തന്നെ ഇന്നലെയും കാണാത്തപ്പം ഞാൻ കരുതി താൻ പണിയൊക്കെ മതിയാക്കി പെണ്ണ് കെട്ടി താമസമായെന്ന്. ഇന്ന് കണ്ടപ്പോ എന്തു തോന്നുന്നു? താൻ വല്ലാതെ ക്ഷീണിച്ച് അവശനായെന്ന്. താൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആയാലോ? കല്യാണം കഴിച്ചാൽ ഇങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ, ഓരോരുത്തരായി വധിക്കുക. താനും വധിച്ചോ. എന്നാലും താൻ ആ മാത്യൂസിനെ ഒറ്റപ്പെടുത്തിയത് കഷ്ടമായി. ഇനിയിപ്പോ അവൻ ആരെ കൂട്ടുപിടിക്കും? മാത്യൂസ് ഒരു കാലത്ത് വിവാഹം കഴിക്കും. അയാൾക്ക് ആര് പെണ്ണു കൊടുക്കും? അയാൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോഴേ വെപ്രാളമല്ലേ? അതിരിക്കട്ടെ, എങ്ങനുണ്ട്? എന്തോന്ന് എങ്ങനെയുണ്ടെന്ന്? താൻ പോടും. തന്റെ ഭാര്യ എങ്ങനെയുണ്ടെന്ന്? ഭാര്യ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയും? താമന്ന് കാണാൻ ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ വരും. പക്ഷെ ഇന്നലെ രാത്രി തന്റെ ഭാര്യയുടെ സ്വരം ഞാൻ കേട്ടു. എങ്ങനെ? ഇന്നലെ രാത്രി ഞാൻ ഫോൺ ചെയ്തു. അപ്പൊ താൻ വന്നു എന്നറിഞ്ഞു. പിന്നെ തന്റെ കല്യാണ കോൾ ആയതുകൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ഹലോ സാർ, വിവാഹമൊക്കെ കഴിഞ്ഞല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഞാൻ എന്തോ പറയാൻ വന്നല്ലോ, മറന്നു. പിന്നെ വർമ്മ ആൻഡ് കമ്പനിയുടെ ജനറൽ മാനേജർ വിളിച്ചിരുന്നു. ഹലോ, 66423 ഒരു കോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സാറപ്പെട്ടു, ഞാൻ പോയി തരാം. ഇവിടെ കണ്ടില്ലേ, എനിക്ക് വല്ലതും മനസ്സിലായി. ഇവൻ ആര് പെണ്ണ് കൊടുക്കാനാ? ഓ, എന്താ വെച്ചുമേ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? പാച്ചുപിള്ളിക്ക് പാചകത്തെ പറ്റി വല്ലതും അറിയാമോ? മിലിറ്ററിയിൽ കുക്കായിരുന്നു ഞാൻ, കുറച്ചൊക്കെ അറിയാം. എന്താ കാര്യം? അല്ല, അവിയലിന് പുളി പിഴിയേണ്ട കാര്യമുണ്ടോ? ഏയ്, അങ്ങനെ പുളി പിഴിയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ കുറച്ച് പിഴിയാം. ഹലോ, നന്ദിനിക്കുട്ടിയല്ലേ? ഞാനാ രവി. അല്ല, ഗ്യാസ് കത്തിച്ചോ? പിന്നെ അത് ഓഫ് ചെയ്തിട്ടേ കിടക്കുക മറ്റോ ചെയ്യൂ. ഞാൻ വൈകുന്നേരം വരും. അല്ല, ഉച്ചയ്ക്ക് എന്തോ വെച്ചു? അവിയലോ? പിന്നെ വൈകിട്ടൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പുറത്തു പോയി കഴിക്കാം. ഓക്കെ. ഇരിക്കും. കല്യാണം കഴിഞ്ഞിട്ടും ഹോട്ടലിലെ ചാപ്പാട് കഴിക്കുന്നത് ഭാര്യയ്ക്ക് മോശമല്ലേ? രവി സാറേ, ഒരു കാര്യം ചോദിച്ചാ പറയാമോ? പിന്നെന്താ? എങ്ങനുണ്ട്? തിരക്കിടില്ല, ലേശ എണ്ണ കൂടിപ്പോയതുപോലെ. അതല്ല സാർ, ആദ്യ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു? താൻ വെറും ഒരു കൊച്ചു പയ്യനല്ലേ മാത്യൂസേ, തന്നോട് ഇതൊക്കെ പറഞ്ഞു തരുന്നത് എങ്ങനെ? ഐ എം വെരി ആൻഷ്യസ്. ഈ ആദ്യ രാത്രിയുടെ രീതികളൊക്കെ ഒന്ന് അറിയാനാ. അത് പലർക്കും പല രീതിയിലാണ്. താൻ കൊച്ചു പയ്യൻ ഇതൊക്കെ അറിയുന്നത് എന്തിന്? ഹലോ, താൻ ആഹാരം കഴിച്ചു? ചോറുണ്ടെന്നു ഉണ്ണാൻ ഒരു മൂടില്ല. മാത്യൂസ് എന്താ ഇവിടെ ഇങ്ങനെ? മാത്യൂസിന് എന്റെ ആദ്യ രാത്രി എങ്ങനെ ഇരുന്നെന്ന് അറിയാം. എനിക്ക് നാണമില്ലടോ മാത്യൂസ് ഇങ്ങനെയൊക്കെ പറയാം. അപ്പച്ചനോടോ അമ്മച്ചോടോ വേണമെങ്കിൽ ഞങ്ങൾ പറയാം. താനൊന്ന് പെണ്ണ് കിട്ട്. അതെങ്ങനാ? പെണ്ണെന്ന് കേൾക്കുമ്പോഴേ പറയല്ലേ? അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ പറയലൊന്നുമില്ല. താൻ ഈ എം ഡിയുടെ പിയെന്നൊന്നും പറഞ്ഞാൽ കാര്യം നടക്കൂല. ഒരാനെ മേയ്ക്കുന്നതിനേക്കാളും വിഷമമാ ഒരു ഭാര്യയെ മെയിൻറ്റെയിൻ ചെയ്യാൻ. എന്താ? പിന്നെ കാണാൻ രവി സാർ. താൻ എന്തിനാണോ ആ സാസിനെ കളിയാക്കുന്നത്? തനിക്കറിയില്ല, ഇങ്ങനെ കളിയാക്കിയാലേ അത് നന്നാവും. ഞാൻ ഇവിടുത്തെ ടെലിഫോൺ ഓപ്പറേറ്റർ അല്ലാമയോട് ചോദിച്ചെന്ന് കേട്ടു, ഭർത്താവിന് പരിപൂർണ്ണ സുഖം കിട്ടുമോന്ന്. അവള് പൂരെ തെറിയും പറഞ്ഞു. ഞാൻ തമാശ പറഞ്ഞല്ല, പെണ്ണെന്ന് കേട്ട ഇയാൾക്ക് പേടിയോ പരിഭവോ ഒക്കെ. ഓ, സമയം ഒരുപാട് പോയിട്ടെ. മിസ്സിസ് രവീന്ദ്രനാഥക്കുറുപ്പ്. നന്ദിനിക്കുട്ടി, ഞാൻ എപ്പോഴും പറയാറില്ലേ, ജയൻ എന്ന പിടികിട്ടാ പുള്ളി. ഹലോ, നമസ്തേ. അതിന്റെ ഭാര്യയാണ്.
കൊടുകൈ തന്നെ സമ്മതിച്ചിരിക്കുന്നു. എവിടെ നാടോ ഇത്ര ഐശ്വര്യമുള്ള ഒരു പെങ്കൊച്ചിനെ കെട്ടിക്കൊണ്ടത്? മുതുകുളത്തോന്നു. ഞാൻ ആലോചിക്കാം, ലോകത്ത് പലരും പെണ്ണ് കെട്ടിയിട്ടുണ്ട്, ഞാനും കെട്ടി. ഒരു പെണ്ണെന്ന് പറയണ്ട, ഒരു സത്യം എന്ന് പറയുന്നതാ ശരി. ഞാൻ അവളുടെ സൗന്ദര്യം നോക്കിയിട്ടൊന്നല്ല കെട്ടിയത്. അവളുടെ അച്ഛൻ ചിട്ടിയാണ് ഒരു 3.5 ലക്ഷം രൂപ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് അവകാശികൾ വല്ലവരും വേണമല്ലോ എന്ന് കരുതിയിട്ട. മിസ്സിസ് സിയുടെ ദൂരെ ഏതോ സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വന്നു. അവിടെ മാത്രമല്ല, നമ്മുടെ ദത്തന്റെ ഭാര്യ അടക്കം 6 പേർ. മൈസൂരിലെങ്ങാണ്ട് ഒരു സ്വാമി ഉണ്ട് പോലും. അയാളെ പോയി കണ്ടാൽ സർവകാര്യ സിദ്ധി ലഭിക്കും. സ്വാമി ആകാശത്തുനിന്ന് ഒരു ഏലസ് എടുത്ത് കൈ കൊടുക്കും. ഏലസിന് ശക്തിയുണ്ടോ ഇല്ലയോ, അവൾ ഏലസും കൊണ്ട് വീട്ടിൽ കയറി വന്ന ദിവസം നമ്മുടെ ഇരുമ്പോലിരുന്ന പട്ടി ക്ലീൻ. എനിക്ക് വയറ്റിളക്കും. എന്തു പറ്റി? ചായ. നന്ദിനിക്കുട്ടി, ചായക്കട്ടെ പഞ്ചസാര എവിടെ നിർത്തത്? ബ്ലാക്ക് സെറ്റിൽ അയ്യോ സോറി ജയൻ, അത് ഉപ്പായിരുന്നു. നന്ദിനിക്കുട്ടി കോളേജിൽ എന്താ സബ്ജക്ട്? ഹോം സയൻസാ? അല്ല, ഹോം സയൻസ് ആണ് ഇതൊക്കെ സംഭവിക്കും. എന്റെ ഭാര്യ ഹോം സയൻസ് ഫസ്റ്റ് ക്ലാസ്സാ. അയ്യോ, ഞാൻ വേറെ ചായ കൊണ്ടുവരാം. അതിനെന്താ, സാരമില്ല. നന്ദിനിക്കുട്ടി എനിക്ക് ബുദ്ധിപൂർവ്വം ഒപ്പിട്ട് തന്നതാ. നന്ദി വേണമല്ലോ. സന്തോഷകരമായ ഒരു കുടുംബ ജീവിതത്തിന് ഒരു ഭാര്യയ്ക്കുള്ള പങ്ക് നിസ്സാരമല്ല. ഭർത്താവുമായുള്ള പരസ്പര ധാരണയാണ് അതിൽ മുഖ്യം. സ്വന്തം താല്പര്യങ്ങളെ ഞാൻ എന്താ ചെയ്തതെന്ന് നന്ദിനിക്കുട്ടിക്ക് അറിയാമോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ആചാരമാണ്. എന്നെ ആരെങ്കിലും കണ്ടുപെട്ടാൽ എന്റെ അമ്മ ഉപ്പും മുളകും ചേർത്ത് ഇതുപോലെ ഒഴിയാറുണ്ട്. അങ്ങനെ ചെയ്താൽ ദൃഷ്ടിദോഷം ഉണ്ടാകത്തില്ല എന്നാ വെപ്പ്. നന്ദിനിക്കുട്ടി ഇന്നൊരാൾ കണ്ടുപെട്ടു. ആര്? ജയൻ. അവൻ ശുദ്ധനായതുകൊണ്ട് പറഞ്ഞു പോയത്. അവൻ പറഞ്ഞു ഞാൻ ഭാഗ്യവാനാണ്. ഇത്രയും ഐശ്വര്യമുള്ള പെണ്ണിനെ കിട്ടി ഞാൻ ഭാഗ്യവാനാണ്. ശരിയാണോ? പറയൂ, ഞാൻ ഭാഗ്യവാനാണോ? പറയൂ നന്ദിനിക്കുട്ടി. എനിക്കെന്റെ നന്ദിനിക്കുട്ടിയെ എന്നും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി. നന്ദിനിക്കുട്ടി രാവിലെ പെരപ്പുറത്ത് കയറിയിരിക്കുകയാണ്. ഇതാ ചായ. നന്ദിനിക്കുട്ടി ഇന്നലെ തീരെ ഉറങ്ങിയില്ല എന്ന് തോന്നുന്നു. എനിക്കും രാത്രി പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. അല്ല, നമ്മളോട് വന്നാൽ നമ്മുടെ റൊമാൻസ് നാട്ടുകാർ മുഴുവൻ കാണും. വരുവാത്തേക്കും ഇന്ന് ഞാൻ ഏത് ഷർട്ട് ഇടുന്നു? പറഞ്ഞോ. നന്ദിനിക്കുട്ടി പറയുന്ന ഷർട്ടേ ഞാൻ ഇടത്തുള്ളൂ. ഈ ഷർട്ട് മതി. ഓക്കെ, അവിടെ നിന്നാ പോരാ, ഷർട്ട് കൊണ്ടുവരൂ. പിന്നെ നന്ദിനിക്കുട്ടി എന്താ കഴിക്കാൻ പോണത്? ഇവിടെ ഒന്നും റെഡി ആയിട്ടില്ലല്ലോ. എനിക്കൊന്നും വേണ്ട. അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ കയ്യിൽ കിട്ടിയതുപോലെ നന്ദിനിക്കുട്ടി എന്നും ഇരിക്കണം. അത് പട്ടിണി കിടന്ന് നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല. പാച്ചുള്ള ബ്രെഡും മുട്ടയും കൊണ്ടുവരും. ഓംലെറ്റ് ഉണ്ടായി കഴിച്ചോളൂ. ഉച്ചയ്ക്കുള്ള ഊണ് ബോയ് വരുമ്പോ കൊടുത്തയച്ചാൽ മതി. പിന്നെ ഗ്യാസ് ഞാൻ പറയണ്ടല്ലോ. ഞാൻ വരട്ടെ.